ഭാരതത്തിന്റെ തലസ്ഥാന നഗരിയെയും ദേശീയ രാഷ്ട്രത്തെയും ഒരുപോലെ പിടിച്ചുലച്ചുകൊണ്ട് രാജ്യത്തെ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയും വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതികൾക്കെതിരെയും കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തുന്ന അനിശ്ചിതകാല പ്രതിഷേധ സമരം പുതിയൊരു ജനകീയ പ്രക്ഷോഭമായി പരിണമിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ അടിയന്തര രാജി ആവശ്യപ്പെട്ട് ആരംഭിച്ച ഈ സമരത്തിന് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വ്യത്യസ്ത സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്നുള്ള ജനവിഭാഗങ്ങളിൽ നിന്ന് അത്ഭുതപൂർവമായ പിന്തുണയാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഷേധം എന്നതിലുപരി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ മുൻനിർത്തിയുള്ള ഒരു കൂട്ടായ പോരാട്ടമായി ഈ സമരം മാറിയിരിക്കുന്നു. ഈ വലിയ പ്രക്ഷോഭത്തിന് ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധേയനായ പ്രമുഖ സാമൂഹിക പ്രവർത്തകനും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ സോനം വാങ്ചുങ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരവേദിയിൽ നേരിട്ടെത്തി നിരാഹാര സമരം ആരംഭിച്ച് സമരത്തിന്റെ വീര്യവും ഗൗരവവും ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ജന്തർ മന്ദറിലെ സമരപ്പന്തലിൽ അദ്ദേഹം നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര വ്രതം ഭരണകൂടത്തിന് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. നിരാഹാര സമരത്തിനിരിക്കുന്ന അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി എന്റെ ജീവിതവും ഹൃദയവും പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കും വേണ്ടിയാണ്. ഒരു അധ്യാപകനായും വഴികാട്ടിയായും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എനിക്ക് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയിലും അവരുടെ ഭാവി തകർക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളിലും കണ്ണടയ്ക്കാനോ മിണ്ടാതിരിക്കാനോ സാധ്യമല്ല. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയ്ക്ക് ഉത്തരവാദിയായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ പദവി രാജിവെക്കുന്നത് വരെ ഈ നിരാഹാര സമരം ഞാൻ തുടരുക തന്നെ ചെയ്യും എന്ന് വാങ്ചുങ് പ്രഖ്യാപിച്ചു. ലഡാക്കിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിൽ മുമ്പ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നു. രാജ്യസുരക്ഷാ നിയമം ചുമത്തി സർക്കാർ അദ്ദേഹത്തെ 6 മാസത്തോളം തടവിലാക്കുകയുണ്ടായി. രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിൽ നീണ്ട നാളത്തെ തടവു ശിക്ഷ അനുഭവിച്ച ശേഷം ഈ വർഷം മാർച്ചിലാണ് അദ്ദേഹം ജയിൽ മോചിതനായത്. തടവറയ്ക്കുള്ളിലെ പീഡനങ്ങളോ ഭരണകൂടത്തിന്റെ ഭീഷണികളോ തന്റെ പോരാട്ട വീര്യത്തെ തളർത്തിയിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഇടപെടൽ. സമരത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് കർഷകരാണ് CJPയുടെ സോനം വാങ്ചുങ്ങിന്റെയും സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുന്നത്. തങ്ങളുടെ മക്കളുടെയും വരും തലമുറയുടെയും ഭാവിയെ ബാധിക്കുന്ന വിഷയമായതിനാൽ കർഷക സംഘടനകൾ ഈ സമരത്തിൽ സജീവമായി പങ്കുചേരാൻ തീരുമാനിച്ചത്. എന്നാൽ ജനകീയമായ ഈ മുന്നേറ്റത്തെ അടിച്ചമർത്താൻ ഭരണകൂടം തങ്ങളുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ശ്രമിക്കുകയാണെന്ന് കർഷക നേതാക്കളും CJP ഭാരവാഹികളും ആരോപിക്കുന്നു. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും റെയിൽവേ, റോഡ് മാർഗങ്ങളിലൂടെ പുറപ്പെട്ട ഒട്ടേറെ കർഷകരെയും കർഷക നേതാക്കളെയും ഡൽഹി അതിർത്തികളിലും വഴിമധ്യേയും വച്ച് പോലീസ് തടയുകയും അവരെ നിയമവിരുദ്ധമായി വീട്ടുതുറങ്കലിൽ അടയ്ക്കുകയും ചെയ്തുവെന്ന് CJP സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ ശക്തമായ ഭാഷയിൽ കുറ്റപ്പെടുത്തി. ജനാധിപത്യപരമായ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എങ്കിലും കർഷകരുടെ ഒഴുക്കിനെ തടയാൻ അവർക്കാവില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ തലത്തിലുള്ള പരീക്ഷാ ക്രമക്കേടുകളിലെ അഴിമതികൾ മാത്രമല്ല, രാജ്യത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അനാസ്ഥകളും ക്രൂരതകളും ഈ സമരവേദിയിൽ ചർച്ചയാകുന്നുണ്ട്. രാജ്യത്തെ പരീക്ഷാ തട്ടിപ്പുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അനാസ്ഥകളിലും നേരിട്ട് ഇരകളാകേണ്ടി വന്ന നിരവധി കുടുംബങ്ങളും തങ്ങളുടെ നീതിക്കായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഈ സമരപന്തലിൽ അണിനിരന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹൃദയഭേദകമായത് രാജസ്ഥാനിലെ ജയ്പൂരിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ നീരജ മോഡി സ്കൂളിന്റെ 4ാം നിലയിൽ നിന്ന് വീണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അമൈറയുടെ കുടുംബത്തിന്റെ സാന്നിധ്യമാണ്. സ്കൂൾ അധ്യാപകരുടെ കടുത്ത അനാസ്ഥയും
സുരക്ഷാ വീഴ്ചയുമാണ് അമേറയുടെ അകാല മരണത്തിന് കാരണമായതെന്ന് കുടുംബം ആരോപിക്കുന്നു. മകൾ മരിച്ച നാളുകൾ പലത് കഴിഞ്ഞിട്ടും സ്വാധീനമുള്ള സ്കൂൾ മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നും അവർക്കെതിരെ ഇതുവരെയും യാതൊരുവിധ നിയമ നടപടികളും കൈക്കൊള്ളാൻ പോലീസോ സർക്കാരോ തയ്യാറായിട്ടില്ലെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധ വേദിയിൽ വെച്ച് അമേറയുടെ അമ്മ കണ്ണീരോടെ വിതുമ്പിക്കൊണ്ട് ആരോപിച്ചു. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നേരിട്ട അനീതിക്കെതിരെ പോരാടുന്ന ഇത്തരം മാതാപിതാക്കളുടെ സാന്നിധ്യം സമരത്തിന് വൈകാരികമായ ഒരു തലം കൂടി നൽകുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ ഔദ്യോഗികമായ രാജിയിൽ കുറഞ്ഞതൊന്നും തങ്ങൾ സ്വീകരിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയും അവരെ പിന്തുണയ്ക്കുന്ന വിദ്യാർത്ഥി, യുവജന, കർഷക സംഘടനകളും സോനം വാങ്ചുങ്ങും ഉറച്ചു നിൽക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത ഉറപ്പാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിഷേധം ഇരമ്പുകയാണ്. ഭരണകൂടം കടുത്ത അടിച്ചമർത്തൽ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സമരം ഡൽഹിയുടെ അതിർത്തികളിൽ കടന്ന് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്കും വ്യാപിക്കുമെന്നാണ് സമരസമിതി നൽകുന്ന മുന്നറിയിപ്പ്. സമൂഹത്തിന്റെ വിവിധ തട്ടുകളിലുള്ള ജനങ്ങളുടെ പിന്തുണ നാളുകൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ജന്തർ മന്ദറിലെ ഈ പ്രതിഷേധം കൂടുതൽ ശക്തവും വിപുലവുമായ ജനകീയ പ്രക്ഷോഭമായി മാറാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.